നമ്മൾ എവിടെ ചെന്നാലും പഠിച്ചതല്ലേ പാടൂ. ഏ അതായത് നമ്മൾ എന്താണോ പഠിച്ചതും പരിശീലിച്ചതും അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അത് അവരവിടെ പരിശീലിക്കുക തന്നെ ചെയ്യും. മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ വനിതാ കൗൺസിലർ ഒരു പരാതി നൽകുന്നു. ലൈംഗിക അതിക്രമ പരാതിയാണ്. അതില് കാസർഗോഡ് രാഷ്ട്രീയത്തിൽ വലിയ രൂപത്തിൽ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ അത് തന്ത്രപൂർവ്വം മുക്കി. കാരണം ഇത് മുസ്ലിം ലീഗിന്റെ ലൈംഗിക അതിക്രമ പരാതിയാണ്, ചെറുതല്ല ഇത്. മുസ്ലിം ലീഗിന്റെ മുൻ വാർഡ് മെമ്പറാണ് ഷിംജിദ മുസ്തഫ. അവളാണ് അമ്മിഞ്ഞയൊരച്ച് ഒരുത്തനെ കൊന്നത്. എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ അവൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ട് പോലും അയ്യോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് വീണ്ടും അവനെ ക്രൂശിച്ച് ഒടുവില് അവൾ ആങ്ങളയെ രംഗത്തിറക്കി ശവം മാന്തിയെടുക്കാൻ. കാരണം ശരിയാണ്, എൻ്റെ പെങ്ങളുടെ അമ്മിഞ്ഞയിൽ ദീപക് കയ്യുരച്ചു എന്ന് പറഞ്ഞ് ഒരു ഗതികെട്ട സഹോദരനും കേരളത്തിൽ വൻ മാതൃകയായി മാറി. അതേ ലീഗിലാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നത്. നഗരസഭയിലെ മുതിർന്ന 2 നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് സംഖ്യയൊന്നുമല്ല കേട്ടോ, വനിതാ കൗൺസിലറായിട്ടുള്ള വ്യക്തിയാണ്. പാർട്ടി നേതൃത്വത്തിനാണ് കത്തിലൂടെ പരാതി ഉന്നയിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ പാർട്ടി ഘടകം നാളെ അടിയന്തിരമായി യോഗം ചേരുമെന്നാണ് കേട്ടത്. 2 മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് വനിതാ കൗൺസിലറുടെ പരാതി. ഒരാൾ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ലൈംഗിക താല്പര്യത്തോടെ വരാൻ നിരന്തരം നിർബന്ധിച്ചു. വീട്ടിൽ ആരുമില്ല, വന്ന് ഒരു കള്ളവെടിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന്. മകളുടെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. മറ്റൊരു നേതാവ് നഗരസഭയിലെ ഔദ്യോഗിക മുറിയിൽ വെച്ച് മൊബൈലിൽ നീലച്ചിത്രങ്ങൾ കാണിക്കുകയും സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പരാതി. വെറുതെ ഇരുന്ന തുണിയല്ലേ, ഒന്ന് ഊരി കാണിച്ചല്ലെങ്കിൽ ഒന്ന് പൊക്കി കാണിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിലാണ് ഈ അതിക്രമങ്ങൾ നടന്നത് എന്ന് കൗൺസിലർ ആരോപിക്കുന്നു. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇവരിതൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് കേട്ടോ. നമ്മൾ കണ്ടില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ. എപ്പോൾ പറഞ്ഞാലും മതി, നമുക്കിപ്പോൾ പേര് വേണം, പ്രശസ്തി വേണം, അധികാരം വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കിട്ടത്തില്ലെന്ന് വരുമ്പോഴത്തേക്കിന് അന്നേരം പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായിരുന്നാലും പരാതി ഉയർന്നതോടുകൂടി ലീഗിനകത്ത് 2 ചേരികളായി തർക്കം രൂക്ഷമായി മാറി. വണ്ടി ഇടിക്കുമ്പോൾ വണ്ടി ഇടിക്കുന്നവർക്കും വണ്ടി ഇടിക്കപ്പെട്ടവർക്കും 2 പേർക്കും കുറച്ച് ആളുകൾ രംഗത്ത് വരുമല്ലോ. ഒരു കൂലിയില്ലാത്ത വേലയാണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും അമ്മയെ തല്ലിയാലും 2 പക്ഷം പറയുന്ന കേരളക്കരയിൽ അതൊക്കെ ചില കലാപരിപാടികളാണ്. എന്തായിരുന്നാലും പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ നാണക്കേടുണ്ടാക്കി, അല്ലെങ്കിൽ ഭയങ്കര അവമതിപ്പാണ്. ശരി, എന്തായിരുന്നാലും ആരോപിച്ച് പരാതി നൽകിയ വനിതാ കൗൺസിലറെ പുറത്താക്കണം എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. കുറ്റാരോപിതരായിട്ടുള്ള നേതാക്കൾക്കൊപ്പമാണ് യൂത്ത് ലീഗിലെ ഒരു വിഭാഗം നിലകൊള്ളുന്നത്. ഇനിയിപ്പോ അവർ വിളിച്ചെങ്കിൽ തന്നെ അതെന്തിനാ പബ്ലിക്കായിട്ട് പറയാൻ പോയത്? ഒന്ന് സഹകരിച്ചു കൊടുത്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നിട്ട് പരാതി ഉന്നയിച്ച ആളെ പുറത്താക്കണമെന്നും നമ്മുടെ തലതിരിഞ്ഞൊരു നീതി നിയമമൊക്കെ ആണല്ലോ. അപ്പൊ യൂത്ത് ലീഗിലെ ഒരു വിഭാഗം ആളുകൾ പരാതിക്കാരിക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു. പരാതി പിൻവലിക്കാൻ കൗൺസിലർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുമുണ്ട്. സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തത് എന്ന്, എന്തുകൊണ്ടാണ് മുമ്പ് പരാതി നൽകാത്തത് എന്നുമൊക്കെ എതിർപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കുറ്റാരോപിതരായിട്ടുള്ള നേതാക്കൾക്കെതിരെ മുമ്പ് സാമ്പത്തിക ചൂഷണവും ലൈംഗിക അതിക്രമ പരാതികളും ഉയർന്നെങ്കിലും അതെല്ലാം പാർട്ടി തലത്തിൽ ഒതുക്കി തീർക്കുകയായിരുന്നു എന്നും ആരോപണം ഉയർന്നു. 3 വർഷമായി ഉയർന്നു വന്ന പരാതികളിൽ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാൻ കാരണമായത് എന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. വിഷയം ജില്ലാ കമ്മിറ്റിക്ക് വിടണോ അതോ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കണോ എന്നതിൽ നാളെയാണ് തീരുമാനമുണ്ടാകുന്നത്. നീതി തേടി പാർട്ടിക്ക് കത്ത് നൽകിയ വനിതയ്ക്ക് പാർട്ടിയിൽ തുടരാൻ കഴിയുമോ അതോ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമോ എന്നതൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
ഇപ്പോൾ ലീഗില് അതൊന്നും അത്ര വലിയ പുത്തരിയൊന്നുമല്ല. മുമ്പും നമ്മൾ വൻകിട ഉയർന്ന നേതാക്കന്മാരൊക്കെ ഇത്തരം ചില കലാപരിപാടികളൊക്കെ കാണിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോ ഷിംജിത എന്ന വ്യക്തിയാണ് അമ്മിഞ്ഞ ഉരച്ച് ഒരുത്തനെ കൊന്നതിൽ എൻ്റെ അമ്മിഞ്ഞയിൽ അവൻ ഉരച്ചു എന്ന് പറഞ്ഞ് ആരോപണം ഉയർത്തിയത്. അത് തെറ്റായിരുന്നു എന്ന് ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുകയും ചെയ്തു. ലീഗ് നേതൃത്വം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഇല്ല. അപ്പോഴും ഇവരെന്താ പറയുക? ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിന്റെ മൊനയൊടിയില്ല, ഇലയ്ക്കാണ് കേട്. ഇത് പറഞ്ഞിനി എത്ര നാൾ ഇവരിങ്ങനെ പിടിച്ചു നിൽക്കും? ഇതെന്തുവാ പണാതിയെന്ന് കേട്ടോ? നഗരസഭയിലെ മുറിയില് ബ്ലൂ ഫിലിം കാണിച്ചിട്ട് സ്വകാര്യ ഭാഗം ഒന്ന് പ്രദർശിപ്പിച്ചു. ഇവർക്കൊന്ന് പൊങ്ങണമെങ്കിൽ അതൊക്കെ കാണേണ്ടി വരും. ശരി, ഇരിക്കട്ടെ. ഇവരെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ? ഇവർ പഠിച്ചതല്ലേ പാടൂ? അത് പെട്ടെന്ന് മാറുമോ? വെള്ളക്കതറിട്ടു, മന്ത്രിയായി, MP ആയി, MLA ആയി, വാർഡ് മെമ്പറായി, ഏത് സ്ഥാനത്തിരുന്നാലും പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഇളകുമെന്നുള്ളത് ശരിയല്ലേ? ഇനി വേറൊരു നേതാവോ വീട്ടിലാരുമില്ല, അങ്ങോട്ട് പോരേന്ന് കമലാ സുരയ്യയോട് ചോദിച്ചാൽ മതി അവർക്കുണ്ടായ അനുഭവം. ഇവിടെ ലീലാമേനോനെ പോലെയുള്ള, മെർലി വെസ്ബോർഡിനെ പോലെയുള്ള കനേഡിയൻ എഴുത്തുകാരികൾ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. വീട്ടിലാരും ഇല്ലാത്ത സമയത്താണ് സമദാനി വിളിച്ചു കയറ്റിയതും കടവിലെ തൊടിയിലിട്ടിട്ട് ബലാത്കാരം ചെയ്തതും. ഇന്നേക്ക് 10ാം നാൾ നീ എൻ്റെ സ്വർഗത്തിലെ കമലാ സുരയ്യ പുഷ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തെ വീഴ്ത്തി. അപ്പോൾ പ്രണയത്തിൻ്റെ ഉഗ്രമൂർത്തിയിലെത്തി നിന്ന, പ്രണയത്തിനു വേണ്ടി ദാഹിച്ച, പ്രണയം കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്ന ആ എഴുത്തുകാരി വീണു. പിന്നീട് ഒരിക്കലും കയറി വരാനൊട്ട് പറ്റിയതുമില്ല. അപ്പം പിന്നെ ഇവരുടെ ഉയർന്ന നേതാക്കളുടെ ഗുണവധികാരമൊന്നും കൂടുതൽ പറയാനില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഒന്ന് വന്നാൽ ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചിട്ടും ഒക്കെ അങ്ങ് പോകാമെന്ന് വിളിച്ചു. പരാതിക്കാരി കൗൺസിലറാണ്. ഇനിയിപ്പോൾ എന്താ വരികയെന്നറിയാമോ? ഈ സ്ത്രീയെയാണ് തെറ്റുകാരിയാക്കി പറയുക. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതര അതൊക്കെ പറയാൻ പാടുണ്ടോ? അതൊക്കെ നമുക്ക് പാർട്ടി വൃത്തങ്ങൾക്കകത്ത് തന്നെ തീർക്കേണ്ടതിന് വരെ എന്തിനിപ്പോൾ വാർത്തയാക്കിയത്? കാരണം 4 പേരറിഞ്ഞാൽ ഒരിക്കലും നമ്മളെക്കുറിച്ച് നല്ലത് പറയത്തില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന പുസ്തകം ഇത്, നമ്മൾ ജീവിതത്തിലുടനീളം പരിശീലിക്കുന്നത് ഇത്. ഇതുകൊണ്ടാണ് പെണ്ണ് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത്. പെണ്ണിനെ കണ്ടാൽ ഞങ്ങളുടെ നിയന്ത്രണം പോകും. ഞങ്ങൾ ചിലപ്പോൾ കയറി പിടിച്ചെന്നിരിക്കും, ചിലപ്പോൾ ബലാത്കാരം ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ ആരുമില്ലാത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ സ്വകാര്യ ഭാഗങ്ങളൊന്ന് പിടിച്ചെന്നിരിക്കും, പിടിപ്പിച്ചെന്നിരിക്കും. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങിയാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, പെണ്ണ് പുറത്തിറങ്ങുന്നത് കൊണ്ടല്ലേ ആണിനവരെ കാണുമ്പോൾ ആകർഷണം തോന്നുന്നത്. അതുകൊണ്ട് ആണുങ്ങൾ ഇടപെടുന്ന ഒരു മേഖലയിലും പെണ്ണിടപെടരുത്. ലീഗ് നേതൃത്വം പറയുന്നത് ആണും പെണ്ണും ഇടകലരരുത് എന്നാണ്. അങ്ങനെയുള്ള ലീഗ് കൗൺസിലറൊക്കെ ആയിട്ട് മുസ്ലിം സ്ത്രീകളെ എന്തിനാ നിങ്ങൾ ഈ കൊണ്ടുവരും? നിങ്ങൾക്കേ അവരെ കണ്ടാൽ നിയന്ത്രണമില്ല. ഇനി പെണ്ണുങ്ങൾക്കോ ദവേറെ മൂഡിലായിട്ടുള്ളൊരു മുജാഹിദ് താത്തായി എന്ന് കേട്ടു നോക്ക്. കിടന്നേക്കാം, തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു സ്ത്രീ, ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു. മനസ്സിലായില്ലേ? അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രശ്നം. താത്താക്ക് ആകെ ഇളകിയിരിക്കുക. താത്താടെ ഹോർമോണൊക്കെ ഹൈപ്പോത്തലാമസിലൊക്കെ എത്തിയിട്ട് ടെസ്റ്റോസ്റ്റിറോണൊക്കെ താഴെ ഇറങ്ങിയേക്കുക. അതുകൊണ്ട് താത്ത ആകെ വേറെ മൂഡിലായി. അപ്പോൾ ആണിനെ കാണുമ്പോൾ പെണ്ണിനെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് മര്യാദയ്ക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്നോ പെണ്ണുങ്ങളെ പേറി യന്ത്രമായി, കൃഷിയിടങ്ങളായി നീയൊക്കെ അവിടെ ഇരുന്നോ.
ഞങ്ങൾ മേലധികാരികളാണ്. അരിജാലു ഖവ്വാമൂന അല നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവർ ഞങ്ങളാണ്, ഞങ്ങൾ അധികാരം സ്ഥാപിച്ചോളാം, നീയൊക്കെ അടിമകളായിട്ട് ഭരിക്കപ്പെട്ടാൽ മതിയെന്ന്.